ഹലോ വെൽക്കം ബാക്ക്. ഇന്നിതാ ഞാൻ വന്നിട്ടുള്ളത് നോമ്പിന് മുമ്പായിട്ട് നമ്മൾ ഫ്രണ്ട്സും പിന്നെ ഫാമിലിയിലായിട്ട് കൂടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ചെറിയൊരു വീഡിയോ. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ കണ്ടു നോക്കുക. തന്നെ ഷെയർ ചെയ്യുന്നുള്ളത് നമ്മൾ റൂമിലേക്കുള്ള ബെഡ് മാറ്റിയിട്ടുണ്ടായിന്. പിന്നെ അതിന് വേണ്ടിക്കുള്ള മാട്രസ് തലേന്ന് രാത്രി പോയിട്ട് ഓർഡർ ചെയ്തിട്ടുള്ളതാണ്. അങ്ങനെ ഒരു പിറ്റേന്ന് ഡെലിവറി ആക്കിയിട്ടുള്ളത്. മുമ്പത്തെ എൻ്റെ വീഡിയോ കണ്ടവർക്ക് അറിയാം, ഈ ഒരു റൂമിൽ വലിയ ബെഡാണ് ഉണ്ടായിട്ടുണ്ടായത്. ഇപ്പോൾ ഉപ്പയുമെല്ലാം പോയതുകൊണ്ട് പിന്നെ ഇനി ആരും ഇല്ലല്ലോ, അതുകൊണ്ട് പിന്നെ അത് മാറ്റിയിട്ട് സിംഗിൾ ബെഡ് ഇട്ടിട്ടുള്ളതാണ്. പിന്നെ ആ ഒരു മാട്രസിൻ്റെ കവറെല്ലാം ഊരിയിട്ട് ഒന്ന് സെറ്റ് ചെയ്തെടുക്കലാണ്. വലിയ കാര്യത്തൊന്നുമില്ല, അതൊന്ന് ഇട്ടിട്ട് അതിനൊന്ന് ബെഡ്ഷീറ്റെല്ലാം വിരിക്കണം, അത്രയേ ഉള്ളൂ. ഒരു റൂമിലിപ്പം ഈ ഒരു ബെഡ് ഇട്ടുകൊണ്ട് തന്നെ നല്ലപോലെ സ്പേസ് ഉള്ളത് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ മാറ്റിയത് നന്നായി തന്നെ നമുക്ക് തോന്നിയേ. ഫുഡാക്കാൻ കയറലാന്ന്. രാത്രി എല്ലാവരും ഒത്തുകൂടിയിട്ടുള്ളത് ഓരോരാൾ ഓരോ ഫുഡ് ഐറ്റം എടുക്കാമെന്നുള്ള പ്ലാൻ ആക്കിയിട്ടാണ്. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായത് നെയ്ച്ചോറും അതേപോലെ തന്നെ വറുത്തരച്ചിട്ടുള്ള ചിക്കൻ കറിയും. അപ്പോൾ ആദ്യം തന്നെ ചിക്കൻ കറി വെക്കേണ്ട തേങ്ങ അരപ്പ് ഉണ്ടാക്കണമല്ലോ. അപ്പോൾ അത് തേങ്ങ ഒന്ന് വറുക്കാൻ വേണ്ടിയിട്ട് ചീനച്ചട്ടിയിൽ ഒരു 4 സ്പൂണോളം തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒരു പകുതിയോളം ഉള്ളിയും അതേപോലെ തന്നെ 1 സ്പൂണ് ഫുള്ളായിട്ടുള്ള കുരുമുളക്, അതേപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണോളം ചെറിയ ജീരകം, ഇതെല്ലാം ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളത് ഒരു 5-6 അല്ലി വെളുത്തുള്ളിയും ഒരു തണ്ട് കറിവേപ്പിലയും ഇതെല്ലാം ഇട്ടിട്ട് ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കലാന്ന്. ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് കുറച്ചധികം ടൈം എടുക്കും ഇതൊന്ന് റോസ്റ്റായി കിട്ടാൻ. വറുത്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് കറിക്കുള്ള ഗ്രേവി ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടിക്ക് ഇവിടെ 2 ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് സ്കിന്നെല്ലാം കളഞ്ഞിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഉള്ളി കട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കിനും ഒരുപാടായിട്ട് ഞാൻ ഒരു ഹാഫ് പോർഷന് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ ഒരു 1.5 ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കണം. അതിന് വേണ്ടിക്ക് ഒരു പോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായിട്ട് വന്നപ്പം ഇതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളി ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കലാന്ന്. ഇനി ഇതിലോട്ടേക്ക് ഉള്ളി ഒന്ന് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഉള്ളി ഒന്ന് വഴന്ന് വരുന്ന ആ ഒരു ടൈം കൊണ്ട് ഇതിലേക്കുള്ള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിൻ്റെ പേസ്റ്റ് ഒന്ന് ആക്കിയെടുക്കുക. അതിന് വേണ്ടിക്ക് ഇവിടെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, അതേപോലെ തന്നെ ഒരു 6-7 പച്ചമുളക്, പിന്നെ ഒരു ഫുള്ളായിട്ടുള്ള വെളുത്തുള്ളിയും അതിൻ്റെ പകുതി പോർഷനും അങ്ങനെ എടുത്തിട്ടുള്ളത്. ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്ത് നന്നാക്കി എടുക്കലാന്ന്. ഇതാ ഉള്ളി നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ടേക്ക് നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി അതിൻ്റെ പേസ്റ്റ് ഒന്ന് ചേർത്ത് കൊടുക്കലാന്ന്. ഇതിലോട്ടേക്ക് ചേർക്കുന്നുള്ളത് ഒരു മീഡിയം സൈസ് തക്കാളി ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ടുള്ളതാണ്. ഇതും കൂടി ഇട്ടിട്ട് ഒന്ന് നല്ല രീതിയിലൊന്ന് വഴറ്റിയിട്ട് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കില്ല. ഇതാ തക്കാളിയെല്ലാം നല്ലപോലെ വെന്തുടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മസാല പൗഡേഴ്സാണ് ചേർത്ത് കൊടുക്കുന്നുള്ളത്. അപ്പോൾ ആദ്യം തന്നെ ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 3.5 ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് മുളകും മല്ലിയും അതിൻ്റെ രണ്ടിൻ്റെയും മിക്സാണ് വരുന്നുള്ളത്. ഇനി ഇതിൽ ചേർത്ത് കൊടുക്കുന്നുള്ളത് ഒരു 1/4 ടീസ്പൂണോളം കുരുമുളകിൻ്റെ പൊടിയാണ്. ഇപ്പോൾ ഇതിൽ നിങ്ങൾക്ക് എരിവ് നല്ലോണം വേണ്ട, ഇതിപ്പോൾ നല്ലോണം എരിവെല്ലുള്ള ഒരു കറിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത്ര സ്പൈസി വേണ്ട, കുറച്ച് മതിയെന്നുണ്ടെങ്കിൽ ഈ മുളകിൻ്റെ പൊടിയും അതേപോലെ തന്നെ കുരുമുളകിൻ്റെ പൊടിയെല്ലാം കുറച്ചൊന്ന് കുറച്ചാൽ മതി. ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തിട്ട് ലാസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുള്ളത് ഒരു നുള്ള് ഗരം മസാലേൻ്റെ പൗഡറാണ്. അതും കൂടി ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി ഇതൊന്ന് കുക്കാവുന്ന ടൈം കൊണ്ട് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള തേങ്ങ ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് ഇതൊന്ന് ഇട്ട് കൊടുക്കലാണ്. പിന്നെ ഇതിലേക്ക് ഒരു 1/4 കപ്പോളം വെള്ളം കൂടി ചേർത്തിട്ടാണ് അരച്ചെടുക്കുന്നുള്ളത്. ഇനി ഇതാ നമ്മൾ നേരത്തെ ചേർത്ത് വെച്ചിട്ട് ആ മസാല പൗഡേഴ്സിൻ്റെ എല്ലാം പച്ചമണം മാറിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടൈം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കനെല്ലാം ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കില്ല. ഒന്ന് അടച്ചു വെച്ചിട്ടാണ് കുക്ക് ചെയ്തെടുക്കുന്നുള്ളത്. ഇതിൽ തന്നെ ചിക്കൻ തന്നെ വെള്ളം ഇറങ്ങിയിട്ട് വരും. ഈ ഒരു ടൈം ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കലാന്ന്. കറിയിലോട്ടേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങേൻ്റെ അരപ്പ് ചേർത്ത് കൊടുക്കലാന്ന്. ഇതിപ്പം നല്ല ലൂസായിട്ട് തന്നെയാണ് ഞാൻ അരച്ചെടുത്തിട്ടുള്ളത്. അതൊന്ന് ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കല. ഇതാ കറി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളത്
ഒരു പിടിയോളം മല്ലിയില അതും കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് അടച്ചു വെക്കല. കറി റെഡി ആയിട്ടുണ്ട്. ഇതിൽ ഞാനിവിടെ നെയ്ച്ചോറും ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് പാക്ക് ചെയ്തിട്ട് എടുക്കില്ല. ഇപ്പം ഞാൻ കറി വേറൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കുന്നുണ്ട്. അതിനെക്കാട്ടിലും കുറച്ചുകൂടി ചെറിയ പാത്രത്തിൽ, എന്നിട്ട് പിന്നെ ഈ ഒരു കറി വെച്ച പാത്രത്തിൽ ചോറെടുക്കാമെന്നാണ് പ്ലാന്. അങ്ങനെ ഇതാ ഫുഡും റെഡിയായി, നമ്മളും റെഡിയായിട്ട് പോവലാന്ന്. ഇതിപ്പോൾ കവറിലൊന്നും ഇട്ടിച്ചെടുക്കുന്നുണ്ടായിട്ടില്ല, അങ്ങനെ തന്നെ പിടിക്കില്ല, നല്ല ചൂടുണ്ടായിരുന്നു. അപ്പോൾ കവറിലിട്ട് കഴിഞ്ഞാൽ ഉരുകി പോകണ്ടെന്ന് വിചാരിച്ചിട്ട് പിന്നെ ഇത് ഇവിടെ അടുത്ത് തന്നെയാണ് റൂം വരുന്നുള്ളത്. അങ്ങനെ നമ്മൾ റൂമിലെത്തി. വെൽക്കം ഡ്രിങ്ക് ആയിട്ട് സേമിയ ഉണ്ടായിട്ടുണ്ടായത്, സേമിയ പായസം. അപ്പോൾ അതെല്ലാം കുടിക്കലാന്ന്. നമ്മൾ വരുമ്പോൾ അത്ര എല്ലാവരും വന്ന് തുടങ്ങിയിട്ടുണ്ടായിട്ടുള്ളൂ. ഇനി ഇതാ ഓരോരുത്തർ കൊണ്ടുവന്നിട്ടുള്ള ഫുഡെല്ലാം എടുത്തു വെക്കലാണ്. അതിൻ്റെ ഇടയിൽ നോക്കുന്നുണ്ട് എന്തെല്ലാം കൊണ്ടുവന്നിന്ന്. പിന്നെ നമ്മളെല്ലാം ഗ്രൂപ്പിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് കൊണ്ടുവരാം, ഓരോരാൾ ഓരോ ഡിഷസും അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇപ്പം മട്ടൻ കറി ഉണ്ട്, അതേപോലെ ബീഫ്, ചിക്കന്, അതെല്ലാം കറികളുടെ കൂട്ടത്തിലുള്ളത്. പിന്നെ പത്തിരി എടുത്തിട്ടുണ്ട്, അതേപോലെ തന്നെ പൊറോട്ടയും, പിന്നെ നെയ്ച്ചോറ്. ഇത് മൂന്നും ഉണ്ടായിട്ടുണ്ടായത്. ഇങ്ങനെ കൂടുമ്പോൾ മക്കൾക്ക് നല്ല ഇഷ്ടമാണ്. കുറേ എല്ലാവരും കാണുകയും ചെയ്യും, അതേപോലെ തന്നെ അവർക്ക് കുറേ ടൈം കളിക്കാനും കിട്ടും. അതുകൊണ്ട് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നമ്മളെല്ലാവരും കൂടിയിട്ട് ഡൊമിനോസ് കളിക്കല. ഇങ്ങനെ ഒന്നിച്ച് കൂടുമ്പം എന്തെങ്കിലും ഗെയിംസോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അങ്ങനെ ആയിട്ടാണ് നമ്മളും ടൈം സ്പെൻഡ് ചെയ്യൽ. ഇതാ ഈ കാണിക്കുന്ന ഡ്രസ്സ് നമ്മൾ ഫ്രണ്ട് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളതാണ്. നല്ലൊരു ലാവൻഡർ ഷെയ്ഡിൽ വരുന്ന ഒരു ഫ്രോക്കാണ്. പിന്നെ ഇപ്പം വീഡിയോയിൽ വേറെ ഏതോ ഷെയ്ഡ് പോലെ ഉണ്ട്, പക്ഷെ നല്ല ഉണ്ടായിരുന്നു നേരിട്ട് കാണാൻ. അവളിപ്പോൾ പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും സ്റ്റിച്ച് ചെയ്യാൻ താല്പര്യമുണ്ട്, ദമാം കോബാറിൽ ഉള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യുക. ഞാൻ എന്തായാലും കോൺടാക്റ്റ് ചെയ്യേണ്ട ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇതാ പിന്നെ നമ്മളെല്ലാവരും കൂടി ഇരുന്ന് ഫുഡ് കഴിക്കലാണ്. ഫുഡെല്ലാം കഴിച്ച് പിന്നെ മക്കൾക്കുള്ള മെഹന്തി ഇട്ട് കൊടുക്കലും അങ്ങനെയൊക്കെയാണ്. ഈ മെഹന്തി ഇടുന്നതും ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ താല്പര്യമുള്ളവർ ആ ഒരു പേജിലൊന്ന് കോൺടാക്റ്റ് ചെയ്താൽ മതി. പിന്നെ ഫുഡെല്ലാം കഴിച്ച് ചെറുതായിട്ട് കളയനും പോലീസും കളിച്ച് അതിൻ്റെ ഇടയിൽ സ്നാക്സ് വന്ന് അങ്ങനെയൊക്കെയായിരുന്നു നമ്മൾ ടൈം സ്പെൻഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതെല്ലാമാണ്. നമ്മളെല്ലാവരും നോമ്പിന് മുമ്പായിട്ട് കൂടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇത് കുറേ ദിവസമായി ഇടണം എന്ന് വിചാരിച്ചിട്ട്, പക്ഷേ ടൈമൊന്നും കിട്ടിയിട്ടില്ല എഡിറ്റ് ചെയ്യാൻ വേണ്ടിക്ക്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടിന്യൂ വിചാരിക്കുന്നത്. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാന്ന് ആരെങ്കിലും വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. ഇനി ഇൻഷാ അല്ലാഹ് വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.